ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു നോൺ ഫ്രൈ ആയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പം നല്ല സോഫ്റ്റാണ് കഴിക്കാൻ. നമുക്ക് ഒരു പീസൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് മതിയാവും കേട്ടോ, നമ്മുടെ വയറൊക്കെ നിറയാൻ. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം നമുക്ക് ഓവനില്ലാതെ റെഡിയാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സ്പോഞ്ചിയാണ് കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഈസ്റ്റും 1 ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അധികം ചൂടാവാതെ ശ്രദ്ധിക്കണം. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അതിലേക്ക് ഞാനൊരു അര കപ്പോളം ഒഴിച്ച് നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റിന് ശേഷം ഈ ഒരു രീതിക്കൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു അര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഈ കോഴിമുട്ട ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം. അപ്പം കോഴിമുട്ടൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിത് മൈദ മാവാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പോളം മൈദമാവ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരൊറ്റ തവണയായിട്ട് ഇട്ട് കൊടുക്കാതിരിക്കുക. പല തവണകളായിട്ട് കുറേശ്ശെ ഇട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും മൈദമാവ് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഇതേപോലെ കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും കട്ടയില്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഡോ റെഡിയാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതിന് പ്രത്യേക മെഷർമെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന വെള്ളത്തിനനുസരിച്ചിട്ട് നമ്മൾ മൈദ ഇട്ട് കൊടുക്കുമ്പോൾ അധികം സ്റ്റിക്കി ആവരുത്, എന്നാൽ അധികം ലൂസും ആവരുത് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഞാനിത് ഒരു വീഡിയോയിൽ നമുക്ക് ലാസ്റ്റ് കാണാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 കപ്പോളം മൈദമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേക ഒരു മെഷർമെൻ്റ് ഒന്നുമില്ല. നമ്മുടെ ഈ ഒരു അധികം സ്റ്റിക്കി ആവേണ്ട, എന്നാൽ അധികം ലൂസ് ആവേണ്ട, ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ മൈദമാവ് ഇട്ട് കൊടുക്കുന്നത് നിർത്തിയാൽ മതി കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ആക്റ്റീവ് ആവാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എയർ ടൈറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു നനഞ്ഞ ടവൽ ഉപയോഗിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ നമുക്കിതൊന്ന് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഒരു സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒരു 5 സവാള ഞാൻ ഇതേ രീതിയിലൊന്ന് സ്ലൈസ് ചെയ്തതിന് ശേഷം ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ സവാള കളറൊക്കെ നന്നായിട്ട് തന്നെ ചേഞ്ചായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കൊരു 2 പച്ചമുളകും ഒരു 2 തണ്ട് കറിവേപ്പിലയും ചെറുതാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇതേ രീതിയിൽ കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായി വരുന്നവരെ നമുക്കിതൊന്ന് അടച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിതാ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫായാലും ചിക്കൻ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വേവിച്ച ശേഷം ഞാനിതൊരു മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ ഈ മസാലയിൽ പ്രത്യേകിച്ച് മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു ബീഫിൽ ചേർത്ത മസാലകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെക്കണം. എങ്കിൽ ആ ഒരു ബീഫിൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ ഈ മസാലയിലേക്ക് നന്നായിട്ട് തന്നെ ഇറങ്ങി വരുള്ളൂ കേട്ടോ.
അപ്പോൾ ബീഫ് ആയതുകൊണ്ട് തന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതാ ഞാനൊരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല അത് ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിനുള്ള മല്ലിയില കൂടി ചെറുതാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ മസാലയിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയിരിക്കണം. അതുവരെ നമ്മളിത് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു അലൂമിനിയത്തിൻ്റെ തട്ടിലോട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മാവൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ മാവ് നമുക്ക് ഇതേപോലെ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിലെ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 പത്തിരിയാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു മാവിനെ രണ്ടാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 പത്തിരിക്കിടയിൽ നമ്മൾ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ 2 തട്ടിൽ വേണം പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ അത് ഫസ്റ്റ് തട്ടിൽ ഞാനിതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. സെക്കൻഡ് തട്ടിലേക്കും അതേപോലെ തന്നെ പരത്തിയെടുക്കാം. രണ്ടും തുല്യ മാവാണ്, തുല്യ കനത്തിൽ വേണം കേട്ടോ നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. ഇനി നമുക്കൊരു കുറച്ച് കയ്യിലൊന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത ശേഷം ഇതേ രീതിക്കൊന്ന് പരത്തി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഇതേ രീതിക്കൊന്ന് പരന്ന് കിട്ടും. അപ്പോൾ അത് 2 തട്ടും ഞാൻ പരത്തിയെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്തിട്ട് നമുക്കിതൊരു 10-15 മിനിറ്റ് ഒന്നുകൂടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഒരു നനഞ്ഞ ടവലോ അല്ലെങ്കിൽ ഈ റാപ്പർ കൊണ്ടൊന്ന് അടച്ച് വെക്കാം. എയർ ടൈറ്റ് ആയിട്ട് വേണ്ടിയിട്ട് നമ്മളിത് അടച്ചു വെക്കേണ്ടത്, അല്ലെങ്കിൽ മുകൾ ഭാഗം ഡ്രൈ ആയി പോകും. ഈ തട്ടിൽ ഇരുന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വരണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ ഒരു 15 മിനിറ്റോളം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മുടെ മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടാണ് കേട്ടോ, ഒട്ടും വെള്ളമൊന്നുമില്ല. ഈ രീതിയിൽ വേണം നമ്മൾ മസാല റെഡിയാക്കി എടുക്കേണ്ടത്. അല്ലെങ്കിൽ സൈഡിലേക്കൊക്കെ അതിൽ ആ വെള്ളം ലീക്കാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനും ആ മസാല മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ മാത്രം നമ്മൾ ഇട്ട് കൊടുക്കരുത് കേട്ടോ. എന്നിട്ട് ഇതാ അടുത്ത നമ്മുടെ ആ ഒരു പത്തിരി ഇതിൻ്റെ മുകളിൽ ഇതേ രീതിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു അര ഇഞ്ച് സൈഡ് ഭാഗങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ, എങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് സൈഡൊക്കെ ഒട്ടിച്ച് കൊടുക്കാൻ കഴിയുള്ളൂ. അവിടെ ആ ഭാഗങ്ങളിൽ മസാലകൾ ഉണ്ടെങ്കിൽ ഇതൊട്ടും ഒട്ടി കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് അതേപോലെ നന്നായിട്ട് തന്നെ സൈഡൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് രണ്ടും കൂടി നന്നായിട്ട് തന്നെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കണം. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി വീണ്ടും നമുക്കൊരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ അത് ഏകദേശം 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് കുറച്ചൊരു കറുത്ത എള്ളിട്ട് കൊടുക്കട്ടോ. വെളുത്ത എള്ളുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് എൻ്റെ കയ്യിലില്ലാത്ത കാരണം തന്നെ ഞാൻ ഈ ഒരു എള്ള് മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓവൻ ഇല്ലാത്തവർക്കും ഇത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അടിയിലൊരു തട്ട് വെച്ച് കൊടുത്ത ശേഷം നമ്മുടെ പാന് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ എയർ ടൈറ്റ് ആയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 25 മിനിറ്റോളം ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഓവനിൽ മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഓവനൊക്കെ ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റോളാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവരവരുടെ ഓവൻ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ടൈമിങ് കേട്ടോ.
അപ്പോൾ അതാ 15 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കിത് കുക്കായി കിട്ടിയിട്ടില്ല എന്നൊക്കെ തോന്നും, പക്ഷേ കുറച്ച് കഴിഞ്ഞാലൊക്കെ ബേക്കായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ്, ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒരു നോൺ ഫ്രൈ ഐറ്റം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ തണുത്ത ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടോട് കൂടി തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.